ഗുഡ് മോർണിംഗ്. വീണ്ടും കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, നിൻ്റെ പൈസയല്ല എൻ്റെ പൈസയാണ്, ഞാൻ ഭയങ്കര റിലീവ്ഡായി. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, എങ്കിലും ആരുടെ ആണെങ്കിലും കർത്താവ് അങ്ങേക്ക് എന്താ എന്നോട് സംസാരിക്കാനുള്ളത്? എന്തിനു വേണ്ടി ഇത് അനുവദിച്ചത്? കർത്താവ് അനുവദിച്ചത് എനിക്ക് 100% ഉറപ്പാണ്. എൻ്റെ മണ്ടത്തരോ അല്ല എൻ്റെ കഴിവുകളോ ഒന്നും അല്ല. ഞാൻ ചെയ്യേണ്ട പോലെയൊക്കെ ചെയ്തു. അപ്പോൾ ചിലർ അതിനുശേഷം പറഞ്ഞ് വെബ് ചെക്കിങ് ചെയ്താൽ മതിയായിരുന്നു. ശരിയാണ്, വെബ് ചെക്കിങ് ചെയ്യണമെങ്കിൽ കർത്താവിനെ അത് ഓർപ്പിക്കും ആരിൽ കൂടെ. കാരണം പല കാര്യങ്ങളും ലാസ്റ്റ് മിനിറ്റിൽ എൻ്റെ പല ഫ്രണ്ട്സിൽ കൂടെ എന്നെ ഓർപ്പിച്ചു. ഞാൻ ഈ സലാമേറിൽ ഞാൻ തലേദിവസം അറിയുന്നത്, ഞാൻ മസ്കറ്റിൽ നിന്ന് സലാലിക്ക് പോകുന്ന ആ ഫ്ലൈറ്റിൽ 7 കിലോസ് മാത്രമേ അലോ ചെയ്തു ഞാനെടുത്ത ടിക്കറ്റിൽ. ഞാൻ വലിയ ബാഗൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് സലാലിൽ നിന്ന് എൻ്റെ ക്ലോസ് ഫ്രണ്ടുണ്ട് മാത്യു ഫ്രണ്ടും ബ്രദറും ഒക്കെ. ബ്രദർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ മസ്കറ്റിൽ നിന്ന് 7 കിലോ അനുവദിക്കത്തുള്ളൂ, അതുകൊണ്ട് വലിയ ബാഗായിട്ട് വരില്ല, ഞങ്ങൾ പാക്ക് ചെയ്യുന്നേ ഉള്ളൂ. പെട്ടെന്ന് ബാഗ് മാറ്റി ഹാൻഡ് ബാഗിലാക്കി, ക്യാബിൻ ബാഗിലാക്കി. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു മണ്ടത്തിലല്ല, നമുക്കറിയാൻ വയ്യാത്ത കാര്യമാണെങ്കിലും കർത്താവ് നമ്മളെ പലരിൽ കൂടെ നമ്മളെ അതിലോട്ട് ഗൈഡ് ചെയ്യും. പല കാര്യങ്ങളും നമ്മൾ ഓർക്കും. അപ്പോൾ വെബ് ചെക്കിങ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞവർ ആരും എന്നെ അല്ലെങ്കിൽ ആരിൽ കൂടുതൽ കർത്താവിനോട് സംസാരിക്കും, അല്ല എന്നെ ഓർപ്പിക്കും. ഒന്നും ചെയ്തില്ല. അപ്പോൾ ദിസ് എ പർപ്പസ്. നമ്മളെപ്പോഴും നമ്മൾ ഈ ബുദ്ധിയിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ്, പക്ഷേ ബുദ്ധികളായിപ്പോയല്ലോ, അല്ലല്ലേ അത് ചെയ്യാൻ പറ്റിയില്ലോ, അല്ലെ ഇത് ചെയ്താൽ മതിയായിരുന്നല്ലോ എന്ന് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ആത്മാവിനാൽ നടത്തപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെൻറ്റ്. കർത്താവ് നമ്മളോട് സംസാരിക്കാൻ പലപ്പോഴും ശ്രമിക്കുന്നുണ്ട്, നമ്മളെ ഡിസിപ്ലിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ലാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം നമ്മുടേതായിട്ട് എടുക്കും. എൻ്റെ പൈസ, എൻ്റെ ബുദ്ധി, എൻ്റെ സമയം, എൻ്റെ നഷ്ടം. വചനം പറയുന്നത് വി ഓൾ ബിലോങ് ടു ജീസസ് ക്രൈസ്റ്റ്, വി ആർ വൺ വിത്ത് ഹിം. വൺ വിത്ത് ഹിം ആണെങ്കിൽ ഞാൻ ചോദിച്ച ചോദ്യം ചോദിക്കാൻ പറ്റുമോ, എൻ്റെ പൈസ എന്തിനാണ് കളഞ്ഞെന്ന്? അറ്റ്ലീസ്റ്റ് നമ്മുടെ പൈസ എന്തിനാണ് കളഞ്ഞെന്നെങ്കിലും ചോദിക്കും. ഞാൻ സംസാരിക്കുന്നത് ഒരു ഹയർ ലെവൽ സ്പിരിച്വാലിറ്റിയെക്കുറിച്ചാണ്. ഞാനെന്തോ ആണെന്നല്ല പറയുന്നത്, ബട്ട് നമ്മൾ ഈ ചെറിയ കാര്യങ്ങളിൽ നിന്നും വലുതിലേക്ക് പോകാം. ദൈവഹിതം പൂർണ്ണമായിട്ട് തിരിച്ചറിയും നമ്മളെക്കുറിച്ച്. കഴിഞ്ഞിടയ്ക്ക് ഒരു ദൈവാസൻ, വേറെ ആരുമില്ല, സാക്കിൻ്റെ ബ്രദർ, ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ദൈവാസൻ. വളരെ ബാലൻസ്ഡായിട്ട് സുവിശേഷവും ജീവിതവും ഒരുപോലെ കൊണ്ടുവന്നതാണ്. സ്വന്തമായിട്ട് യാതൊരു അജണ്ടാസും ഇല്ലാത്ത വ്യക്തി. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ അദ്ദേഹത്തെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യാം. അദ്ദേഹം പറഞ്ഞു, ആദ്യമൊക്കെ വിശ്വാസത്തിൽ വന്ന സമയത്ത് ആൾക്കാർ എന്നോട് ചോദിക്കുമായിരുന്നു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങളെങ്ങനെ അറിയുന്നു? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, കർത്താവിൻ്റെ പാവങ്ങളെല്ലാം മോചിച്ചു, അദ്ദേഹം എൻ്റെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു, എൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ മതിയായവനാണ്. കാരണം വിശ്വാസത്തിൽ വന്ന ആദ്യത്തെ മച്ചുറാകുന്നതിന് മുമ്പുള്ള, ശരിയായിട്ടുള്ള മച്ചിട്ട് വരുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ റിപ്ലേസ്, നമ്മളെല്ലാം പറയുന്ന റിപ്ലേസ്, അല്ല നമ്മൾ ഓരോ സാക്ഷ്യങ്ങൾ പറയും. ഞാൻ ഈ പറഞ്ഞ പോലെ ഫ്ലൈറ്റ് ഞാൻ ലേറ്റായിരുന്നു, എങ്കിലും സമയത്ത് കർത്താവിനെ അവിടെ എത്തിച്ചു, അത്ഭുതകരമായിട്ട് ഗേറ്റ് തുറന്ന് കിട്ടി. ഇതൊക്കെയാണ് നമ്മുടെ ആ സമയത്തെ സാക്ഷ്യം. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഇപ്പോഴും എന്നോട് ആൾക്കാർ ചോദിക്കുക, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് എങ്ങനെ അറിയുന്നു? എന്നിട്ട് അദ്ദേഹം പറയും, ഞാൻ പറയും, കർത്താവിനെ ഡിസിപ്ലിൻ ചെയ്തുകൊണ്ടായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് എന്നെ ഒരു ഡിസിപ്ലിൻ ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ അതെങ്ങനെ സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ്? വചനം വായിച്ചു കേൾപ്പിക്കാം. എബ്രായർ 12:6, ഹീബ്രൂസ് ചാപ്റ്റർ 12 verse 6. താൻ സ്നേഹിക്കുന്നവൻ്റെ കർത്താവ് ശിക്ഷണം നൽകും. ഹീ ഡിസിപ്ലിൻസ് ഹൂം ഹീ ലവ്സ്. ഇപ്പോൾ കർത്താവ് സ്നേഹിക്കുന്നുണ്ടോ ഇല്ലെന്ന് അങ്ങനെ അറിയുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിനിങ് ഇല്ലയോ? നമ്മൾ ഓർക്കും നമ്മൾ ആത്മീയതയുടെ അല്ലെങ്കിൽ കർത്താവുമായിട്ടുള്ള ഏറ്റവും അടുത്ത ബന്ധത്തിലായതുകൊണ്ടാണ് നമുക്കിതൊന്നും കിട്ടാത്തത്. തെറ്റിദ്ധാരണ. കർത്താവ് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ താഴോട്ട് വായിച്ചിരിക്കും. അതിൻ്റെ മുകളിൽ, നിങ്ങളെ പുത്രന്മാരെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ആ ഉപദേശം നിങ്ങൾ മറന്നുപോയോ? എൻ്റെ മകനെ, കർത്താവിൻ്റെ ശിക്ഷണത്തെ നീ നിസാരമാക്കരുത്, അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ടദൈർഘ്യമാകരുത്. കാരണം എന്നിട്ടാണ് പറയുന്നത്, താൻ സ്നേഹിക്കുന്നതിന് കർത്താവ് ശിക്ഷണം നൽകുന്നു. ഞാൻ പറഞ്ഞു, നേരത്തെ കുറേ ആൾ മുമ്പായിരുന്നെങ്കിൽ എനിക്ക് ഈ പ്രശ്നം വരുമ്പോൾ കർത്താവിന് വലിയ പരാതിയും പിറുപിറുപ്പും ദേഷ്യവും സങ്കടവും എല്ലാം വന്നു. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട്, എൻ്റെ ചോദ്യം, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു, ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു, എന്നിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ പൈസ പറയുന്നത്? പക്ഷെ ആ ലെവലിൽ നിന്ന് കർത്താവ് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ടാണ് ഈ ഡിസിപ്ലിൻ വന്ന് പെട്ടെന്ന് ഈ വചനം ഞാൻ ഓർത്തു, ആ ദേവദാസൻ പറഞ്ഞ കാര്യം ഞാൻ ഓർത്തു. ഇതിൻ്റെ ഒരു എന്താ പറഞ്ഞത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഭാരം മാറിയിട്ട് എൻ്റെ ഉള്ളിൽ ഒരു 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 സന്തോഷം, കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് അനുവദിച്ചത്. പിന്നെ പൈസ പോയല്ലോ എന്നുള്ളൊരു ഭാവന, കാരണം എൻ്റെ പൈസ അല്ലെന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് വീണ്ടും, എനിക്കിതൊക്കെ ഞാൻ പറയുമായിരുന്നു, പക്ഷെ ശരിയായിട്ടുള്ളൊരു ബോധ്യം കിട്ടി. ഇറ്റ്സ് നോട്ട് യുവർ മണി, എൻ്റെ പൈസ അല്ല. ഞാനല്ലേ മുകേഷ് അംബാനിയുടെ മോന് അനിൽ അംബാനി എത്തുന്നല്ലേ, അവനെന്തിനാണ് ഭാരപ്പെടുന്നത്? അവൻ ചിലപ്പോൾ കാണുമ്പോൾ അവനോട് ഇത്രയും പൈസയൊക്കെ നഷ്ടപ്പെടുകയാണ് പോവാണ്, അവനെന്തിനാണ് ഭാരപ്പെടുന്നത്? അത് അവൻ്റെ അപ്പൻ ചിലവാക്കാൻ റെഡിയാണ്, അവൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, അല്ലെ അവനെ സ്നേഹിക്കുന്നത് കൊണ്ട്. എന്ന് പറഞ്ഞതുപോലെ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്നെ ഡിസിപ്ലിൻ ചെയ്യാനായിട്ടാണ് അത് അനുവദിച്ചത്. എൻ്റെ മകനെ, കർത്താവിൻ്റെ ശിക്ഷണത്തെ നീ നിസ്സാരമാക്കരുത്. അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ടത എന്ന് പറഞ്ഞാൽ, കർത്താവ് നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ചില കാര്യത്തിൽ കറക്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ ദുഃഖിക്കേണ്ട, വിഷമിക്കേണ്ട. കാരണം താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു. ഇതുകൊള്ളത്തെ ഉറപ്പ് കേട്ടോ. കർത്താവിനെ സ്നേഹിക്കുന്നത് എങ്ങനെ? നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വലിയൊരു സന്തോഷം വന്നു, കർത്താവ് ഐ ലവ് യു എന്ന് പറയുന്നു, പാടുന്നു. അത് മാത്രമാണ് കർത്താവിൻ്റെ സ്നേഹം. ഏതപ്പന്മാർ അങ്ങനെ മാത്രം സ്നേഹിക്കുന്നു? യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ട്, അതിനകത്ത് ഡിസിപ്ലിനിങ് ഉണ്ട്, ഇല്ലേ? കർത്താവ് അനുഗ്രഹിക്കട്ടെ.